ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി കുതിച്ചു പായുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. കുഞ്ചാക്കോ ബോബനും പ്രിയാമണിയും നായകനും നായികയുമായി എത്തുന്ന ഈ ഒരു ചിത്രം ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്തു. സിനിമ ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണം നേടിയെങ്കിൽ പിന്നീട് അങ്ങോട്ട് നല്ല ഗംഭീരമായിട്ടുള്ള ആ ഒരു കളക്ഷനാണ് കാണുന്നത്. ഇന്ന് മൂന്നാം ദിവസത്തെ കളക്ഷനിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ 60,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ഫിഗറിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. ഇന്ന് മൂന്നാം ദിനം നമുക്ക് കാണാൻ കഴിയുന്നു. ഇതുവരെ 647ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 69,000-ഓളം ജനങ്ങളാണ് കണ്ടത്. 36.69% ഒക്യുപ്പൻസിയിൽ ഇതുവരെ സിനിമ നേടിയിരിക്കുന്നത് 1,14,00,000 രൂപയോളമാണ്. അതായത് ഇന്നലെ ഇതേ സമയത്തുണ്ടായിരുന്നത് 70 ലക്ഷം രൂപ മാത്രമായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ശനിയാഴ്ച ഏത് റേഞ്ചിലാണ് സിനിമ കയറുന്നത് എന്നുള്ളത്. ആദ്യ 2 ദിവസവും സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രമേ 1,02,00,000 രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത്. അതായത് 1,15 കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ വന്നെങ്കിൽ രണ്ടാം ദിവസം അത് വെള്ളിയാഴ്ച സാധാരണ ഒരു ഇടിവുണ്ടാകുന്ന ദിവസമാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞത് 1,46,00,000 രൂപ നേടുന്നതായിട്ട്. അതായത് 2 കോടി ഇന്നലെ നേടി എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്ന് മൂന്നാം ദിവസം സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് പ്രതീക്ഷിക്കുന്നത് 1,89,00,000 രൂപയോളമാണ്. അതായത് 2.5 കോടിക്ക് മുകളിലാണ് എന്നുള്ളത്. അതായത് ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രം കേരള കളക്ഷനായി വന്നിരിക്കുന്നത് 3,62,00,000 രൂപയാണ്. അതായത് 6 കോടിയിലേക്ക് സിനിമ 3 ദിവസം കൊണ്ട് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇവിടെ റെക്കോർഡുകൾക്ക് മുകളിലായി റെക്കോർഡ് പകർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ കുതിച്ച് പായുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 70,000-ന് മുകളിലുള്ള ടിക്കറ്റാണ് സിനിമയുടെ വിറ്റുപോയത്. എന്തായാലും ചാക്കോച്ചന് ആ ഒരു ശീലം അങ്ങനെ മാറ്റാൻ കഴിയില്ല. എല്ലാ വർഷവും ഒരു ഹിറ്റ് അടിക്കുക അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റുമായി മുന്നോട്ട് പോവുക എന്നുള്ളത്. അതായത് ബോക്സ് ഓഫീസ് ഇനി അങ്ങോട്ട് ഈ ഓഫീസർ ഭരിക്കും എന്നുള്ള ഒരു ഗംഭീര കാര്യം തന്നെയാണ്. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി എന്ന് പലപ്പോഴും പറഞ്ഞുവെങ്കിലും ഈ സിനിമയുടെ മേക്കിങ്ങും അതേപോലെ പ്രകടനവും അതിഗംഭീരമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു. നമ്മളുടെ റിവ്യൂവിനകത്തിൽ ഏത് റേഞ്ചിലാണ് സിനിമ നിൽക്കുന്നത്, അതായത് ഈ കൊല്ലത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് നമ്മൾ ഉറപ്പിച്ച സിനിമ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നത്. എന്തായാലും മികച്ച രീതിയിലാണ് ചാക്കോച്ചൻ്റെ ഈ ഒരു സിനിമ ഇന്നും പോകുന്ന. നാളെ ഒരു പക്ഷേ 3 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ എത്തുന്ന സിനിമയായി മാറും എന്നുള്ളതാണ്. എന്തായാലും ഗംഭീരമാകട്ടെ. വേൾഡ് വൈഡോടെ സിനിമ ഏകദേശം 8 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ അടുത്തൊരു വീഡിയോയിൽ വരാൻ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട. ഗ്രേറ്റ് മീഡിയാസ്.